ശ്രീ അനിൽകുമാർ, ഇന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആ തീയതിയോ അല്ലെങ്കിൽ ഇന്നലെ ആയിരുന്നു പ്രധാനമന്ത്രി ഹിമാചലിലേക്ക് പോയത്, പഞ്ചാബിലേക്ക് പോയത് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഹൈക്കോടതിയിൽ പിറ്റേ ദിവസം ഹൈക്കോടതിയിൽ 1 വർഷം മുമ്പുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഈ മഹാദുരന്തവുമായി ബന്ധപ്പെട്ട് തകർന്നുപോയ മനുഷ്യരുണ്ട്. അവരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളണം. അന്നു മുതൽ കേരളം ആവശ്യപ്പെടുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ്. ഇതുവരെ ഒരു തീരുമാനവും കേന്ദ്ര സർക്കാർ എടുത്തിട്ടില്ല. ഇന്നലെ 3100 കോടിയാണ് 2 സംസ്ഥാനങ്ങൾക്കുമായി നൽകേണ്ടതാണ്. അതിലൊന്നും ഒരു അപാകതയില്ല, കൊടുക്കുകയും വേണം. പക്ഷേ ചിലയിടങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിൽ തരാതിരിക്കുകയും മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും കൈയച്ച് സഹായിക്കുകയും ചെയ്യുന്ന ഈ ഒരു വിവേചനം അത് ഒരു തരത്തിലും കേരളത്തിന് പൊറുക്കാൻ കഴിയുന്നതുമല്ല. ഇന്ന് ഹൈക്കോടതിയിലടക്കം നമ്മൾ കാണുന്നത് അതുതന്നെയായിരുന്നു. ഇന്ന് കണ്ടത് അതുതന്നെയാണോ? വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ സഹായിക്കാൻ കേരള ബാങ്ക് അതുമായി ബന്ധപ്പെട്ട വായ്പകൾ എഴുതിത്തള്ളി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കേരള ബാങ്കിനെ തകർക്കാനാണ് അമിത്ഷാ സഹകരണ മേഖലയിൽ പ്രത്യേകമായ പരിപാടികളുമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ കേരള ബാങ്കിനെ ഞങ്ങൾ പിരിച്ചുവിടും എന്നാണ് 5 കൊല്ലം മുമ്പ് UDF കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. അപ്പോൾ കേരള ബാങ്ക് ഉണ്ടായതുകൊണ്ട് ആ ദുരന്തത്തിൽപ്പെട്ട കുറേ മനുഷ്യർക്കെങ്കിലും ഉപകാരം ചെയ്യാൻ സംസ്ഥാന സർക്കാരിനായി. കേരളത്തിലെ UDF പിരിച്ചുവിടുമെന്ന് പറയുന്ന കേരള ബാങ്കാണ് ഈ സഹായം ചെയ്തത് എന്നുകൂടെ ചേർത്ത് വായിക്കണം. നമ്മുടെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ, ആ ബാങ്കുകൾ ഇപ്രകാരമുള്ള വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ ഇത്രയേറെ ചിന്തിക്കേണ്ടതുണ്ടോ? നമ്മുടെ രാജ്യത്ത് ഒരു ബാഡ് ബാങ്ക് എന്നൊരു ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ചീത്ത ബാങ്ക് എന്നാണ് അതിൻ്റെ പച്ച മലയാളം. ഉണ്ടാക്കിയത് നിർമ്മല സീതാരാമനാണ്, ധനകാര്യ മന്ത്രിയാണ്. എന്താണ് ആ ബാങ്കിൻ്റെ ജോലി? ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിമാർ ഇവിടുത്തെ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് കൊടുത്തിരിക്കുന്ന വായ്പകൾ തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ ആ സ്ട്രെസ്സ് ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എത്ര രൂപയുടെ ബാധ്യതയാണ് ഉണ്ടാക്കിയത്, ആ പണം നേരെ ഈ ബാഡ് ബാങ്ക് ബന്ധപ്പെട്ട ഷെഡ്യൂൾഡ് ബാങ്കിന് കൈമാറും. അപ്പോൾ കോർപ്പറേറ്റ് മുതലാളിമാർ പണം അടയ്ക്കില്ലെങ്കിൽ ഞങ്ങൾ ആ ഷോക്ക് ഏറ്റുവാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ് ബാഡ് ബാങ്ക് ഉണ്ടാക്കിയ ഷോക്ക് അബ്സോർബർ പോലെ ബാഡ് ബാങ്ക് ഉണ്ടാക്കിയ ഒരു കേന്ദ്ര സർക്കാരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊരു സംഭവം കൂടെ ഉണ്ടായി. നമ്മുടെ റിസർവ് ബാങ്കിൽ നിന്നും കോവിഡ് കാലത്ത് ഏതാണ്ട് 1,62,00,000 ലക്ഷം കോടി രൂപ അന്ന് നമ്മുടെ കേന്ദ്ര സർക്കാരിന് ലഭിച്ചു എന്നൊരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഏതാണ്ട് 2 ലക്ഷം കോടിക്കടുത്ത് കേന്ദ്ര സർക്കാരിന് റിസർവ് ബാങ്ക് കൊടുത്തിരിക്കുകയാണ്. റിസർവ് ബാങ്കിൻ്റെ ലാഭം. അപ്പോൾ വയനാടുകാരെ സഹായിക്കാൻ ഒരു ശകലം കാശ് അതിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി കേന്ദ്രത്തിന് ഇവിടുന്നെല്ലാം വകുപ്പുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. കാരണം കേരളം എന്ന് പറയുന്നത് ഞങ്ങളുടെ അടിയന്തര തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങളിലുള്ള ഒരിടമല്ല. ഞങ്ങളുടെ കയ്യെത്താവുന്ന അടുത്ത് ഈ കേരളം എത്തിയിട്ടില്ല. BJP കേരളത്തിൻ്റെ കയ്യെത്താവുന്നടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നടപ്പാക്കും. അത് BJPയുടെ സ്വഭാവമാണ്. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യെത്തുന്ന ദൂരത്ത് ഒരു തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ BJP അവിടെ പണം മുടക്കും, അവിടെ സർക്കാർ നയം രൂപീകരിക്കും, ജനങ്ങളെ സഹായിക്കുന്ന പദ്ധതികൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കെയർ ഓഫിൽ വോട്ട് പിടിക്കാൻ നോക്കും. കേരളത്തോട് പുറംതിരിക്കുന്നതിന് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം കേരളം ഞങ്ങളുടെ കയ്യകലത്തിലല്ല എന്ന BJPയുടെ തിരിച്ചറിവാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് നല്ല അഭിമാനമുള്ളൊരു കാര്യമാണ്. അല്പം കാശ് കിട്ടിയിട്ടില്ലെങ്കിലും രാഷ്ട്രീയമായി കേരളം BJPക്ക് ബാലികേറാമലയാണ് എന്ന് അവർ സമ്മതിക്കുന്നതിൻ്റെ തെളിവാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരോട് അവർ ചെയ്യുന്ന പെരുമാറ്റം.